നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ ഭയങ്കരമായ സൗന്ദര്യമുള്ള വസ്തുക്കളുണ്ട്. ഓരോരോ പക്ഷികളെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഇതിൻ്റെ ശബ്ദത്തിന് എന്തൊരു മാധുര്യമാണ്. ആ ശബ്ദം നോക്കൂ നിങ്ങൾ. ആ ശബ്ദത്തിൽ നമ്മൾ കേൾക്കുന്നില്ല, എന്തൊരു മാധുര്യം, എന്തൊരു ശബ്ദം, എന്തൊരു ഭംഗിയാണ് അതിന്. അതുപോലെ ഓരോരോ പക്ഷികളെ നമ്മൾ കാണാറുണ്ട്. അതിൻ്റെ ആ പക്ഷിയുടെ ഭംഗി ഭയങ്കരം. ചില മത്സ്യങ്ങളുണ്ട്. ഇപ്പോൾ ചില ദ്വീപുകളിൽ പോയിട്ട് മത്സ്യങ്ങളെ മാത്രം ഇങ്ങനെ ഭയങ്കരമായി നിരീക്ഷിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് ഇത് പിടിച്ചിട്ട് നമുക്ക് ഭക്ഷിക്കുമ്പോൾ ഒരു ടേസ്റ്റുമില്ല, പക്ഷെ കാണാൻ ഭയങ്കര സൗന്ദര്യമാണ്. അപ്പോൾ അത് ഭക്ഷിക്കാൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് അതിൻ്റെ സൗന്ദര്യം മനുഷ്യനെ ആസ്വദിക്കാൻ വേണ്ടിയുള്ളതാണ്. ഒരുപാട് ഈ വലിയ വലിയ ആളുകളൊക്കെ വരുമ്പോൾ പരവതാനി പിരിക്കാറുണ്ട്, അതുപോലെ ഇങ്ങനെ സ്വീകരിക്കാൻ വേണ്ടി. അതുപോലെ നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് ചെടികൾ, ഒരുപാട് പുഷ്പങ്ങൾ, ഒരുപാട് വിടർന്നു നിൽക്കുന്ന പുഷ്പങ്ങൾ. ആരാണ് ഇതിനെ സംവിധാനിച്ചത്? എത്ര പുഷ്പങ്ങൾ, ഭയങ്കരമായ മണം, മുല്ലപ്പൂവിൻ്റെ മണം, റോസാപ്പൂ, മുല്ലപ്പൂ, അങ്ങനെ നിരവധി, എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ പൂക്കുന്ന പൂ, അങ്ങനെ നിരവധി പുഷ്പങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഈ മനുഷ്യൻ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് ഇതെല്ലാം ഉണ്ട്. ജീവജാലങ്ങളുണ്ട്, അരുവികളുണ്ട്, പുഴകളുണ്ട്, അരുവികളുണ്ട്, മലകളുണ്ട്, കുന്നുണ്ട്, മൃഗങ്ങളുണ്ട്, എല്ലാ ജീവജാലങ്ങളുണ്ട് മനുഷ്യൻ വരുന്നതിന് മുമ്പ്. കാരണം മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് ദൈവം അയക്കുന്നതിന് മുമ്പ് ഈ ഭൂമിയെ സജ്ജീകരിച്ചു വെച്ചു മനുഷ്യന് പ്രാപ്തമായ രീതിയിൽ. നമുക്കറിയാം, ഇപ്പോൾ രാപ്പകലുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു, രാപ്പകലുകളെ കുറിച്ച് മാറി വരുന്നതിനെ കുറിച്ച്. ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഭൂമിയിൽ ഇങ്ങനെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. ചില രാജ്യത്ത് നോക്കൂ നിങ്ങൾ, അവിടെ ഒരുപാട് സമയം പകലാണ്. അതുപോലെ ഇവിടെ നമുക്ക് ഭയങ്കര സുഖം, കാരണം മാറിയിട്ട്. അപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നിരുന്നെങ്കിൽ നമുക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. ഇപ്പോൾ ഭൂമിയിലല്ലാത്ത മറ്റൊരു സ്ഥലത്ത് മനുഷ്യന് താമസിക്കാൻ സാധിക്കുമെന്നൊക്കെ ഉള്ള പഠനങ്ങൾ നടത്തുന്നുണ്ട്, അത് വേറെ വിഷയം. മറിച്ച് നമ്മൾ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ എല്ലാം സജ്ജമാണ്. അതുപോലെ ഈ ഭംഗിയുള്ള പുഷ്പങ്ങളും ഇതൊക്കെ എന്തിനാണ്? നമുക്ക് കൺകുളിർമ ഉണ്ടാകാനാണ്, കാഴ്ച. ഇപ്പോൾ സൂര്യ ഉദയിക്കുന്ന ആ രംഗം, അതുപോലെ അസ്തമിക്കുന്ന ആ രംഗമൊക്കെ കാണാൻ വേണ്ടി ഒരുപാട് ബീച്ചുകളിലും അതുപോലെയുള്ള എസ്റ്റേറ്റുകളിലൊക്കെ പോകുന്ന ആളുകളുണ്ട്. ഇപ്പോൾ വയനാട് പോലെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മൂന്നാർ പോലെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് പ്രത്യേകമായി അത് കാണാറുണ്ട്. ഇപ്പോൾ നമ്മൾ തന്നെ നമ്മളെ പുറത്ത് നമ്മൾ പോയിട്ട് എത്ര ആസ്വദിക്കില്ല, മറ്റൊരു സ്ഥലത്ത് നമ്മൾ ഒരുപാട് ക്യാഷൊക്കെ ചിലവാക്കി പോയിട്ട് നമ്മൾ ഭയങ്കരമായി നമ്മൾ നോക്കി ആസ്വദിക്കാറുണ്ട് ആ കാഴ്ച. അതിനൊരു ഭംഗിയുണ്ട്. കാരണം നമ്മൾ എത്ര കണ്ടാലും നമുക്ക് മതി വരുന്നില്ല. മഞ്ഞോലിക്കുന്ന് എത്ര പ്രാവശ്യമാണ് പോയത്? ഓരോ കുന്നും മലയും കയറാൻ ഓരോ ആളുകൾ എത്ര പ്രാവശ്യമാണ് പോകുന്നത്? എന്താ മടുക്കാത്തത്? അത് പ്രകൃതിയുടെ ഭംഗിയുടെ പ്രത്യേകതയാണ്. നമ്മൾ എത്ര പ്രാവശ്യം കണ്ടാൽ നമുക്ക് മടുക്കുന്നില്ല. ഇപ്പോൾ വിശുദ്ധ ഖുർആനെ കുറിച്ച് പറയാറുണ്ട്. ഇപ്പോൾ ഒരു സൂറത്ത് നിരവധി 17-18 പ്രാവശ്യം ഒരു ദിവസം 20ഓളം പ്രാവശ്യം പാരായണം ചെയ്യുന്നു. എന്നാലും ഒരു മനുഷ്യനും മടുക്കുന്നില്ല. കാരണം അത് ദൈവത്തിൻ്റെ വചനമാണ്, അതുകൊണ്ടാണ് മടുക്കാത്തത്. അതുപോലെ ഈ പ്രകൃതിയിലെ ഭംഗി നമുക്ക് എന്താ മടുക്കാത്തത്? എത്ര കണ്ടാലും പിന്നെയും ആസ്വദിക്കാൻ വേണ്ടി നമുക്ക് കഴിയുന്നു. അതിൻ്റെ ഭംഗി ദൈവം സൃഷ്ടിച്ചത് അങ്ങനെയാണ്. അപ്പോൾ ഇതെല്ലാം വൃഥാ ഉണ്ടായി എന്ന് പറയുമ്പോൾ അതെങ്ങനെ സംഭവിക്കുന്നു? അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഭയങ്കരമായ, ഇപ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട്, ദൈവത്തിന് എന്തുകൊണ്ട് എല്ലാ മനുഷ്യരും ദൈവത്തിന് അനുസരിക്കുന്ന ആളായിക്കൂടാ? അങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ട്. ദൈവം അങ്ങനെയുള്ളവരും സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ മലക്കുകളിൽ വിശ്വാസമുണ്ട്. പിന്നെ ക്രൈസ്തവരായാലും, അവർ ക്രൈസ്തവരും പറയാറില്ല, ക്രൈസ്തവരായാലും ഹൈന്ദവരായാലും മലക്കൾ വിശ്വാസമുണ്ട്, മാലാഖമാർ. അവർ ദൈവത്തിന് അനുസരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒരിക്കലും അവർക്ക് ദൈവത്തിന് ധിക്കരിക്കാൻ കഴിയില്ല. അതേപോലെ പിശാചുക്കളെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. പിശാചുക്കളുണ്ട് ദൈവത്തിന് ധിക്കരിക്കാൻ വേണ്ടി മാത്രം. മനുഷ്യരാണെങ്കിലോ, മനുഷ്യൻ ധിക്കരിച്ച് ജീവിക്കാൻ വേണമെങ്കിൽ അനുസരിച്ച് ജീവിക്കാം. പക്ഷേ ധിക്കരിച്ച് ജീവിച്ചാൽ നരകമുണ്ട്, അനുസരിച്ച് ജീവിച്ചാൽ സ്വർഗമുണ്ട്. അതാണ് മനുഷ്യൻ്റെ ഇത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ഒരുപാട് ശക്തിയുള്ള മനുഷ്യന്മാർ നമ്മൾ കാണാറുണ്ട്. ഒരുപാട് ശക്തി, ഭയങ്കര മല്ലയുദ്ധത്തിൽ ജയിക്കുന്ന ആളുകൾ. അപ്പോൾ ആ ദൈവത്തിൻ്റെ ശക്തി എത്രയായിരിക്കും? അപ്പോൾ ഈ മനുഷ്യരെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ശക്തി എത്രയായിരിക്കും? അതുപോലെ കഴിവ്. ഇപ്പോൾ മനുഷ്യന് ഒരുപാട് കഴിവുകളുള്ള മനുഷ്യന്മാരുണ്ട്. ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോൾ, ഒരുപാട് ഭയങ്കരമായ പ്രഭാഷണമൊക്കെ നടത്തുമ്പോൾ നമ്മൾ പറയാറുണ്ട് ചില ആളുകളെ കുറിച്ച്, എന്തുപോലെ കഴിവും ഭയങ്കര. ചില ആളുകൾ പാട്ട് പാടുമ്പോൾ എന്തൊരു കഴിവ് അവന് നമ്മൾ പറയാറുണ്ട്. എന്തെങ്കിലും ഒരു രീതിയിൽ, എന്തെങ്കിലും ഒരു ഭയങ്കരമായ പൊസിഷനിൽ നിൽക്കുന്ന ആളുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ കഴിവ് എത്രയായിരിക്കും? ആ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ. അതുപോലെ ആ ദൈവത്തിൻ്റെ സൗന്ദര്യം എത്രയായിരിക്കും? പ്രവാചകൻ പറഞ്ഞൊരു വചനം തന്നെയുണ്ട്, അള്ളാഹു സൗന്ദര്യവാനാണ്, സൗന്ദര്യത്തെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. യുഹിബ്ബുൽ ജമാൽ വയുഹിബ്ബുൽ ജമാൽ. അള്ളാഹു സൗന്ദര്യത്തെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു, ദൈവം സൗന്ദര്യവാനാണ് എന്ന് പറഞ്ഞൊരു വചനം കാണാൻ സാധിക്കും. അതുപോലെ ഈ ഇത്രയും സുന്ദരമായ ഈ ഭൂമിയിൽ തന്നെ ഇങ്ങനെയാണെങ്കിൽ പരലോകത്ത് നമുക്ക് വേണ്ടി ദൈവം അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യനെ സൃഷ്ടിച്ചത് എത്രയായിരിക്കും? എന്തെല്ലാം സൗഭാഗ്യങ്ങളായിരിക്കും, എന്തൊക്കെ സംവിധാനങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നമുക്ക് ഒരു അല്പം കാര്യം കൂടി അടുത്ത വീഡിയോയിലൊക്കെ നമുക്ക് പറയാം.
ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം മുമ്പോട്ട് പോകാൻ. എങ്കിൽ മാത്രമേ ആ ദൈവ വിശ്വാസം എന്തുകൊണ്ട് ഇല്ലാതാകുന്നു, എന്തുകൊണ്ട് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്നില്ല എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി എൻ്റെ ഈ സംസാരം ഉപകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കൊരു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.